എത്ര തന്നെ ജോലി ചെയ്താലും അത് തീരുന്നില്ല. പലതവണ ഞാൻ അടുക്കി വെച്ച ഷോക്കേസ് കണ്ടാൽ ഹൃദയം തകരും. എത്ര തന്നെ അടുക്കിയാലും വീട്ടിനൊരടുക്ക് ചിട്ടയുമില്ല. അടുക്കള കണ്ടെന്നാലേ ശബ്ദം വരും. ബക്കറ്റ് തുറന്നാൽ അത് അടയ്ക്കുവാൻ കഷ്ടം. അടുക്കളയെല്ലാം വൃത്തിയാക്കുവാൻ കഷ്ടം. അലമാരകൾ അടുക്കി അടുക്കി ഞാൻ തളർന്നുപോയി. എന്നെ സഹായിക്കാൻ ആരും വരില്ലെന്നോർത്തു തുടിച്ചുപോയി. എൻ്റെ ഹൃദയം കാണുവാൻ ആർക്കു കഴിയും? തറയെല്ലാം വെറും മലിനമായിരുന്നു. ചക്ക വെട്ടിയാൽ അതെടുത്തു കളയുവാൻ ആർക്കും കഴിയില്ല. അത് ഞാൻ തന്നെ ചെയ്യണം. വാഷ് ബേസിൽ നോക്കിയാൽ അതിലും കഷ്ടം. ദിവസം എത്ര തവണ തന്നെ പാത്രം കഴുകിയാലും അത് തീരുന്നില്ല. ഇവിടത്തെ സ്ലാബുകളെല്ലാം തന്നെ മലിനം. ഗ്യാസ് അടുപ്പ് നോക്കിയാൽ അതിലും കഷ്ടം. പാത്രം വെച്ച് തീ കത്തിക്കേണ്ട ഗ്യാസ് അടുപ്പിൽ എല്ലാം വെറും അഴുക്കു പിടിച്ചിരിക്കുന്നു. ഗ്യാസ് കുറ്റിയാണെങ്കിലോ അതും കാലേ. വിറകുകൾ അടുക്കുവാൻ പല തവണ വന്നു. വിറകെല്ലാം കുലഞ്ഞു കിടക്കുന്നു. അത് വൃത്തിയാക്കുവാൻ ആരെങ്കിലും വരുമെന്ന് പല തവണ ഞാൻ നോക്കിയിരുന്നു പോയി. പാചകം ചെയ്തു വയ്ക്കുന്ന പാത്രങ്ങൾ അതടയ്ക്കുവാൻ മറന്നുപോയി. അത് മൊത്തം കരി പിടിച്ചിരിക്കുന്നു. എത്ര തന്നെ തേച്ചാലും തീരുന്നില്ല. ദിവസവും അവയ്ക്ക് തേച്ചു കൊടുക്കണം. തേച്ച് കരിയെല്ലാം ഇളക്കി കഴുകണം. എന്നാലും ഒരു നന്ദിയില്ലാത്ത പാത്രങ്ങൾ ഒരു പ്രാവശ്യം പോലും തന്നെ കഴുകുവാൻ മടിയാണവയ്ക്ക്. എൻ്റെ വീടിൻ്റെ ഗതി കണ്ടാൽ ആരും തകർന്നു പോകും. വീട്ടിലെ കാര്യങ്ങളെല്ലാം കഷ്ടം. ഡൈനിങ് ടേബിൾ നോക്കിയാൽ അത് മലങ്കോലമായി കിടക്കുന്നു. ഡൈനിങ് ടേബിളിൽ പാത്രങ്ങൾ ചിതറിക്കിടക്കുന്നു. കഴിച്ചിട്ട് വെച്ച ഭക്ഷണം തിരികെ എടുത്തു വയ്ക്കുവാൻ ആരുമില്ല. എനിക്കെന്തു ചെയ്യാൻ കഴിയും? പഠിച്ച പുസ്തകങ്ങളെല്ലാം മേശപ്പുറത്തു തന്നെ ഇരിക്കുന്നു. അതുപോലും ആരും എടുത്തു വയ്ക്കില്ല. കിടക്കുന്ന പായ മടക്കി അങ്ങനെ ഇട്ടിടും. അതും എടുത്തു വയ്ക്കാൻ ആർക്കും കഴിയില്ല. ചെരുപ്പുകൾ നോക്കിയാൽ അത് ഹീനമായി കിടക്കുന്നു. അത് കഴുകി അടുക്കി വയ്ക്കുവാൻ ആർക്കാണ് സമയം? പണിക്ക് കൊണ്ടുപോയ ബാഗുകൾ ഹാളിൽ തന്നെ ഇരിക്കുന്നു. അതും എടുത്തു വയ്ക്കുവാൻ ആരുമില്ല. അയൺ ചെയ്യാനായി വെച്ച അയൺ ബോക്സ് മേശപ്പുറത്തു തന്നെ ഇരിപ്പുണ്ട്. അതിനെ ശരിയായ രീതിയിൽ വയ്ക്കുവാൻ ആർക്കാണിന്ന് സമയം? റൂമുകൾ ഓരോന്നായി നോക്കിയാലോ കട്ടിലെല്ലാം ചിതറിക്കിടക്കുന്നു. കഴുകിയ തുണികളെല്ലാം അവിടെ തന്നെ. മൂടിയ പുതപ്പ് നടക്കാനും ടൈമില്ല. എന്തു ചെയ്യാനും എനിക്ക് കഴിയില്ല. ചെയ്യണമെന്ന് സമയവുമില്ലെനിക്ക്. ആരും ചെയ്തു തരുവാൻ വരികയുമില്ല. എൻ്റെ ജീവിതം കഷ്ടമാണ്. ജീവിതം കഷ്ടമാണ്. എൻ്റെ അവസ്ഥ നോക്കിയാൽ ആരും കരയും. പല വീടുകൾ നോക്കിയാൽ എന്തു വൃത്തി. എൻ്റെ വീട്ടിലെ കട്ടിലുകൾ ഗതി കണ്ടാൽ ആർക്കും കിടക്കാൻ തോന്നില്ല കട്ടിലിൽ. ഇട്ട തുണികളെല്ലാം കസേരപ്പുറത്തു തന്നെ. അതുപോലും കഴുകിയിടുവാൻ ആരുമില്ല. കഴുകിയാൽ ഉണങ്ങുവാൻ ടൈമില്ല. മൊത്തത്തിൽ മഴയാണ്
അകത്തു കിടന്നു ഞാൻ കറങ്ങുന്നു. വീട്ടിലെ ഗതികളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ എങ്ങനെയാണ്? എല്ലാം വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയുന്നു? നിങ്ങൾക്ക് വൃത്തി ചെയ്യാൻ കഴിയുന്നോ? ഇതിനേക്കാളേറെ വൃത്തി നിങ്ങളുടെ വീട്ടിലുണ്ടോ? എങ്കിലൊന്ന് വന്നാൽ കൊള്ളായിരുന്നു. എൻ്റെ വീടും കൂടൊന്നൊന്ന് ക്ലിയർ ചെയ്ത് തന്നാൽ എത്രയോ നല്ലത്.